കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ ആനൽ ഫിസ്റ്റുലയെക്കുറിച്ചും അതുപോലെ ഹെമറോയിഡ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതുപോലെ ഇതിനോട് സാമ്യമുള്ള ഒരു ടോപ്പിക്കാണ് ആനൽ ഫിഷർ എന്ന് പറയും. ഇതും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. മലദ്വാരത്തിൽ കാണപ്പെടുന്ന ചെറിയ വിള്ളൽ അല്ലെങ്കിൽ ഒരു മുറിവ്, ചെറിയ മുറിവ്, ഇതിനെയാണ് നമ്മൾ ആനൽ ഫിഷർ എന്ന് പറയുന്നത്. മുറിവ് ചെറുതാണെങ്കിലും ആ മുറിവ് കാരണം ഉണ്ടാകുന്ന വേദനയും അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാനെടുക്കുന്ന സമയവും വളരെ വലുതാണ്. നമ്മുടെ ആനൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഒരു പരിധിയിൽ കൂടുതൽ അവിടെ സ്ട്രെച്ച് ആവുകയാണെങ്കിൽ ആ ഓപ്പണിങ്ങിനെ ലൈൻ ചെയ്യുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിൽ എന്തുണ്ടാകും? മുറിവുണ്ടാകും. ഇതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. സ്റ്റൂള് ഹാർഡായി കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്യുക കൂടി ചെയ്യുമ്പോൾ അവിടെ മുറിവുണ്ടാകുന്നു. ഈ കോൺസ്റ്റിപ്പേഷന് പുറമെ സിവിയറായിട്ട് ഡയേറിയ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖങ്ങളിൽ, അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിന് ശേഷമൊക്കെ ഫിഷർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആനൽ ഫിഷറിൽ ഉണ്ടാകുന്ന മുറിവ് വളരെ ചെറുതാണ് എന്ന്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ആ മുറിവ് കാരണം ഇത്രയധികം വേദന ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി ഇത്രയധികം സമയമെടുക്കുന്നതും നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ആനൽ കനാലിന് ചുറ്റും മലം പിടിച്ചു വെക്കാൻ നമ്മളെ സഹായിക്കുന്ന 2 മസിലുകളുണ്ട് എന്നുള്ളത്. ഉള്ളിലുള്ള മസിലിനെ നമ്മൾ ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ എന്നും പുറത്തുള്ള മസിലിനെ നമ്മൾ എക്സ്റ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ എന്നുമാണ് പറയുന്നത്. ഇതിൽ നമുക്ക് വോളണ്ടറിലി നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പുറമേയുള്ള എക്സ്റ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്ന മസിലാണ്. ഉള്ളിലുള്ള ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അത് ഓൾവേസ് ഒരു സെമി കൺസ്ട്രക്റ്റഡ്, ഒരു കുറച്ചൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്ത രീതിയിലാണ് ആ മസിൽ ഉണ്ടാവുക. ആ കൺട്രാക്ഷനാണ് നമുക്ക് സ്റ്റൂളിൻ്റെ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നത്. അകാരണമായിട്ട് ഈ മലം പുറത്തേക്ക് പോവാതെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നത് ഉള്ളിലുള്ള ഈ മസിലിൻ്റെ ചെറിയ ഒരു കൺട്രാക്ഷനാണ്. അതെപ്പോഴും ഉണ്ടാകും. ഇനി ഒരു ആനൽ ഫിഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള സ്കിന്നിലുണ്ടാകുന്ന ബ്രേക്കിലൂടെ ആ സ്കിന്നിൽ മുറിവുണ്ടാകുന്നു. ആ മുറിവിലൂടെ അവിടെയുള്ള നാഡീ ഞരമ്പുകൾ, അവിടെയുള്ള ഞരമ്പുകൾ എക്സ്പോസ്ഡ് ആവുകയും അതൊരു സിവിയർ ആയിട്ടുള്ള, വളരെ കൂടുതലായിട്ടുള്ള ഒരു വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ വേദന ഉണ്ടാകുമ്പോൾ ഒരു റിഫ്ലക്സ് എന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ ശക്തമായി കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെയധികം ടൈറ്റ് ആകുന്നു. ഇതൊരു റിഫ്ലക്സ് പോലെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ അറിയാതെ ചൂടിലോ അല്ലെങ്കിൽ ഉള്ളിലൊക്കെ പോയി കൈ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കൂലേ, അതൊരു റിഫ്ലക്സാണ്. എന്ന പോലെ മലദ്വാരത്തിൻ്റെ അവിടെ ഫിഷർ ഉണ്ടായിട്ട് അത് കാരണം ഒരു വേദന ഉണ്ടാകുമ്പോൾ ഒരു റിഫ്ലക്സ് എന്ന പോലെ ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ, ഉള്ളിലുള്ള ഈ മസിൽ അതിശക്തമായിട്ട് ടൈറ്റാകുന്നു. ഇത് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകാതെ ഒരു പ്രിവെൻഷൻ എന്ന പോലെയാണ് ഇങ്ങനൊരു റിഫ്ലക്സ് മെക്കാനിസം ഉള്ളത് എങ്കിലും ഇത് കാരണം കുഴപ്പങ്ങൾ കൂടുതലാവുകയാണ് ചെയ്യുക. ഈ മസിൽ ടൈറ്റാകുമ്പോൾ വേദന കൂടുന്നു. അതുമാത്രമല്ല, ഫിഷർ ഉണ്ടായ ഭാഗത്തേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ പാസ് ചെയ്യുന്നത് ഈ പറഞ്ഞ മസിലിന് പരിസരത്ത് കൂടിയാണ്. അപ്പോൾ ഈ മസിൽ സ്ട്രോങ് ആയിട്ട് ടൈറ്റായി നിൽക്കുമ്പോൾ ചുറ്റും പരിസരത്ത് കൂടെ പാസ് ചെയ്യുന്ന ഈ രക്തക്കുഴലുകളെ അത് ഞെരുക്കും. രക്തക്കുഴലുകൾ ഞെരുങ്ങിക്കഴിഞ്ഞാൽ ഫിഷറിൻ്റെ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയും. ശരീരത്തിൽ എവിടെയാണെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ അവിടേക്ക് ആവശ്യത്തിന് ബ്ലഡ് ഫ്ലോ ഉണ്ടാകണം. ആ ബ്ലഡിലൂടെ ഓക്സിജനും പ്രോട്ടീൻസും ഒക്കെ എത്തുമ്പോഴാണ് പെട്ടെന്ന് മുറിവ് ഉണങ്ങുന്നത്. പക്ഷേ ഇവിടെ ആ രക്തയോട്ടമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുറിവ് ഉണങ്ങാൻ എന്ത് ചെയ്യും? സമയമെടുക്കും. ഇങ്ങനെ കാലതാമസം വരികയാണെങ്കിൽ അത്രയും സമയം പേഷ്യൻറ്റിന്, രോഗിക്ക് ശക്തമായിട്ടുള്ള വേദന വന്നുകൊണ്ടിരിക്കും. വേദനയെ പേടിച്ചിട്ട് ആളുകൾ ടോയ്ലറ്റിൽ പോകാതെയാകും. ടോയ്ലറ്റിൽ പോകാതെ പിടിച്ചു നിൽക്കുമ്പോൾ സ്റ്റൂള് വീണ്ടും എന്ത് ചെയ്യും? കട്ടിയാകും. കട്ടിയായിട്ട് സ്റ്റൂള് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും മുറിവുകളുണ്ടാകും. ഇതൊരു സൈക്കിൾ പോലെ തുടർന്നു കൊണ്ടേയിരിക്കും. 90% ആളുകളിലും മലദ്വാരത്തിൻ്റെ പുറകുവശത്ത് മിഡ് ലൈനിലായിട്ടാണ് ഫിഷറുകൾ ഉണ്ടാകുക, മുറിവുകൾ ഉണ്ടാകുക. അതിന് കാരണം നോർമലി ഈ മലദ്വാരത്തിൻ്റെ പുറകുവശത്തേക്കാണ് കമ്പാരിറ്റീവ്ലി രക്തയോട്ടം കുറച്ച് കുറവുള്ളത്. അതുകൊണ്ടാണ് അവിടെ ആദ്യം ബ്രേക്ക് ആകുന്നത്. അതിനു പുറമെ ഈ സ്ഫിങ്ക്റ്റർ മസിൽ ടൈറ്റ് ആകുമ്പോൾ ഒന്നുകൂടി രക്തയോട്ടം കുറയുന്നത് കൊണ്ട് ആ ഭാഗമാണ് ഒന്നുകൂടെ വൾണറബിൾ ആയിട്ടുള്ളത്. മുറിവുകൾ ഉണ്ടാകാൻ ഒന്നുകൂടെ സാധ്യത കൂടിയ ഭാഗം എന്ന് പറയുന്നത് ഈ പുറകുവശത്തുള്ള ഭാഗമാണ്.
ഒരാൾക്ക് ഫിഷർ ഉണ്ടായി 6 ആഴ്ചക്കുള്ളിൽ 6 വീക്കിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് അത് റിസോൾവ് ആവുകയാണെങ്കിൽ നമ്മളതിന് അക്യൂട്ട് ഫിഷർ എന്ന് പറയും. ഫിഷർ ഉണ്ടായി 6 ആഴ്ച കഴിഞ്ഞിട്ടും മുറിവ് ഉണങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രോണിക് ഫിഷർ എന്ന് പറയും. ഇനി എന്താണ് ഫിഷറിൻ്റെ ലക്ഷണങ്ങൾ? ആനൽ ഫിഷറിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ഹോൾമാർക്ക് സിംറ്റം അല്ലെങ്കിൽ ക്ലാസിക്കൽ സിംറ്റം ലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. ബാത്റൂമിൽ പോകുമ്പോഴും ടോയ്ലറ്റിൽ പോയതിന് ശേഷവും കുറച്ച് സമയത്തേക്കൊക്കെ വേദന ഉണ്ടാകാം. അത് അതികഠിനമായിട്ടുള്ള വേദന തന്നെയായിരിക്കും ഉണ്ടാകുക. അതിനോടൊപ്പം തന്നെ മലത്തിനോട് കൂടെയോ അല്ലെങ്കിൽ ഈ ടോയ്ലറ്റിൽ പോയതിന് ശേഷമോ ഇറ്റി വീഴുന്ന രീതിയിൽ ചെറിങ്ങനെ ബ്ലീഡിങ്ങും ഉണ്ടാകാം. ഇത് രണ്ടുമാണ് ക്ലാസിക്കായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഫിഷറിനെ ചികിത്സിക്കാം? ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈക്കിള് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, മുറിവുണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു. വേദന പേടിച്ചിട്ട് നമ്മൾ ബാത്റൂം പോവാതെ ടോയ്ലറ്റിൽ പോവാതെ മലം പിടിച്ചു വെക്കുന്നു. അത് വീണ്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, അത് വീണ്ടും മുറിവുണ്ടാകുന്നു. ഈ സൈക്കിൾ നമ്മൾ അറസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, ഫൈബർ കണ്ടൻറ്റ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ വെജിറ്റബിൾസ് കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. മലം ഒന്ന് ലൂസാക്കുന്ന രീതിയിലുള്ള നമുക്ക് മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത്. ചൂടുവെള്ളത്തിൽ അല്പനേരം നമ്മളിരിക്കുക. ഈ ചൂട് തട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഫിങ്ക്ടർ മസിലുകളൊക്കെ ലൂസാകും. അപ്പോൾ രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. ഇങ്ങനെ നമുക്കിതിനെ ചികിത്സിക്കാം. അതുപോലെ തന്നെ ഈ സ്ഫിങ്ക്ടർ മസിലിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഓയിൻമെൻറ്റുകൾ, നൈട്രോഗ്ലിസറിൻ എന്ന് പറയപ്പെടുന്ന ഓയിൻമെൻറ്റ്, നിഫിഡിപ്പിൻ എന്ന് പറയുന്ന ഓയിൻമെൻറ്റ്, അതുപോലെ തന്നെ ഡിൽറ്റയാസം എന്നൊക്കെ പറയുന്ന ക്രീമുകളുണ്ട്. ഇത് പുരട്ടുമ്പോൾ ഈ സ്ഫിങ്ക്ടർ മസിൽ റിലാക്സ് ആവുകയും അത് കാരണം രക്തയോട്ടം അങ്ങോട്ട് കൂടുകയും അങ്ങനെ മുറിവ് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ മെഡിക്കൽ മാനേജ്മെൻറ്റൊക്കെ ചെയ്തിട്ടും ഒരാൾക്ക് തീരെ മുറിവ് ഉണങ്ങുന്നില്ല, ഫിഷർ ഇങ്ങനെ ക്രോണിക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സർജറിയിലോട്ട് പോകേണ്ടി വരും. സർജറി എന്ന് പറയുമ്പോൾ ഈ ടൈറ്റായി നിൽക്കുന്ന സ്ഫിങ്ക്ടർ മസിലിനെ ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് ലൂസാക്കി കൊടുക്കുക. അങ്ങനെ ലൂസാക്കി കൊടുക്കുമ്പോൾ രക്തയോട്ടം വീണ്ടും വരികയും അത് കാരണം ഫിഷർ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ബോട്ടോക്സിൻ്റെ ഇഞ്ചക്ഷനും വെക്കാറുണ്ട്. ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഈ സ്ഫിങ്ക്ടർ മസിലിൽ വെക്കുമ്പോൾ മസിൽ ലൂസാവുകയും രക്തയോട്ടം കൂടുകയും മുറിവ് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പറയാനുള്ളത്. അപ്പോൾ ഫിഷർ ആയാലും ഫിസ്റ്റുല ആയാലും അതുപോലെ തന്നെ ഹിമറോയിഡ്സ്, പൈൽസ് ആയാലും എല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ ഇത് വന്നവർക്ക് വീണ്ടും വരാതിരിക്കാനും വരാത്തവർക്ക് തീരെ വരാതിരിക്കാനും വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈലുള്ള നമ്മൾ ഈ വീഡിയോകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും വെള്ളം കുടിയും അതുപോലെ തന്നെ ഈ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഇത് കാര്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.